1727 രാജസ്ഥാനിൽ ഒരു മഹാരാജാവായിരുന്ന സവായ് ജയ്സിംഗ് രണ്ടാമൻ ഒരു നഗരം പണിതു. ഒരിക്കൽ പോലും മറ്റാരാലും തകർക്കപ്പെടുവാൻ സാധിക്കാതിരുന്ന കോട്ടകളും കൊട്ടാരങ്ങളും ശാസ്ത്രത്തെ പോലും വിസ്മയിപ്പിച്ച നിർമ്മിതികളും ഒക്കെ നിറഞ്ഞ ഒരു പിങ്ക് നിറമുള്ള നഗരം. വ്യത്യസ്തങ്ങളായ രീതികളും സംസ്കാരങ്ങളും ചരിത്രവും ഒക്കെ കണ്ടു നടക്കാൻ കുറേ ഉള്ളൊരു സ്ഥലം. ജയ്സിംഗ് മഹാരാജാവ് നിർമ്മിച്ച ആ നഗരത്തെ പിന്നീട് ജയ്പൂർ എന്ന് വിളിക്കപ്പെട്ടു. രാജസ്ഥാന്റെ സ്വന്തം പിങ്ക് സിറ്റി. ജോധ്പൂരിൽ നിന്ന് വന്നിട്ട് ജയ്പൂരിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത 2-3 ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും ജയ്പൂർ എന്ന പിങ്ക് സിറ്റിയിലേക്ക് സ്വാഗതം. നമ്മൾ ജോധ്പൂരിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ റോയൽ സ്റ്റേയിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി. ജയ്പൂർ ഇവിടുന്ന് 5 മണിക്കൂർ 54 മിനിറ്റ് കാണിക്കുന്നത്, 335. നമ്മളവിടെ എത്തുമ്പോൾ രാത്രിയാവും, അത് ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ജോധ്പൂർ എന്ന് പറഞ്ഞ ബ്ലൂ സിറ്റിയോട് ഇവിടെ പറഞ്ഞിട്ട് ജയ്പൂർ എന്ന് പറഞ്ഞ പിങ്ക് സിറ്റിയോട് നമ്മൾ അടുക്കുകയാണ് ഗൈസ്. അല്ലേ, പിങ്ക് സിറ്റി അല്ലേ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ജയ്പൂർ. എന്നാൽ പോവാം. ജോധ്പൂർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓൾഡ് ജോധ്പൂർ ആയിരിക്കും കുറച്ചും കൂടെ ഒക്കെ ഒരു രസം തോന്നും കേട്ടോ. കുറച്ചൊരു ഹാപ്പനിങ്സ്. മറ്റേത് ഒരു പുരാതന സിറ്റി അല്ലല്ലോ, നയാ സിറ്റി ഹേ. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പുരാതന സിറ്റി ആകുമ്പോൾ പുരാതന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. എന്നിട്ട് ലോക്കൽ മാർക്കറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെയാണ് കൂടുതൽ. നമ്മൾ ഹൈവേ കയറി കേട്ടോ. ഇതിനൊരു ഭൂമിശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് അജ്മീർ പുഷ്കർ ആ ഏരിയ വന്നില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് ജോധ്പൂർ വന്നത്. ജോധ്പൂർ കഴിഞ്ഞ് പിന്നെയും പോകണം ജയ്സൽമീർ. അതായത് പാകിസ്ഥാൻ്റെ എൻഡാണ്, ഗുജറാത്തിൻ്റെ ഒക്കെ മേളിൽ ആ എൻഡ് ഭാഗമില്ലേ, നമ്മുടെ കഴുത്ത്, ഇന്ത്യയുടെ കഴുത്ത്, അതാണ് ജയ്സൽമീർ ആ ഏരിയ. എന്നിട്ട് നമ്മൾ തിരിച്ചത് ജോധ്പൂരിൽ നിന്ന് വീണ്ടും അജ്മീർ ഏരിയയിലോട്ട് പോയിട്ട് വേണം ജയ്പൂർ പോകാനായിട്ട്. ജയ്പൂർ എന്ന് പറയുമ്പം സെൻറ്ററാണ്. നമ്മുടെ ഡൽഹിയിലെ, ഡൽഹിയുടെ ഒക്കെ തൊട്ട് താഴെ, ഡൽഹിയുടെ ആഗ്രയുടെ അതൊരു ട്രയാങ്കിൾ പോലാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ജയ്പൂർ പോയിട്ട് ജയ്പൂർ കണ്ടിട്ട് ഡൽഹിക്ക് കയറാമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ മഞ്ഞ് കാണണം, മഞ്ഞ് അറിഞ്ഞൂടാ എല്ലാം നടക്കുമെന്ന്. ഏതായാലും പോവാം. വഴി അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഞങ്ങളെ കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് 100 കിലോമീറ്റർ കവർ ചെയ്തു. അടുത്ത 100 കിലോമീറ്ററിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഇനി നമുക്ക് 220 കിലോമീറ്ററോടെ ഉള്ളൂ ജയ്പൂർ. ഈ റോഡൊക്കെ നൈസാണ്, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് വിശ്വസിച്ച് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ഓപ്പോസിറ്റ് എപ്പോഴും വണ്ടി വരും. പിന്നെ ഈ സൈഡിൽ എപ്പോഴും പശുവും കാണും അവിടെ ഇവിടെയൊക്കെ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കയറി പോകുമ്പോഴായിരിക്കും അവിടെ പശു നിൽക്കുന്നത്. ഇങ്ങനെ കയറി പോകുമ്പോൾ കണ്ടല്ലോ വണ്ടി വരുന്നത്. ബൈക്ക് സഹിക്കാം, ബസ്സൊക്കെ കയറി വരും ലെഫ്റ്റ് സൈഡിൽ കൂടെ. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അടിപൊളി. എന്നാ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവരുടെ ഭാഷയും അറിയത്തില്ലല്ലോ. ലാൻഡ്സ്കേപ്പൊക്കെ രസമുണ്ടല്ലേ. നൈസ് സ്ട്രെച്ച്, നല്ല രസമുണ്ട് ബാക്ക് ഡ്രോപ്പിൽ. നമ്മുടെ ഹംപിയൊക്കെ ഇല്ലേ, ഹംപിയിലൊക്കെ ഉള്ള കുട്ടുമല. ഞാൻ ഈ ഇൻഫർമേഷൻസ് ഒക്കെ അധികം പഠിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ നോർമലി യാത്ര ചെയ്യുമ്പം ഇതിനെപ്പറ്റി ഒന്നും വലിയ ബോധരാകുമല്ലോ. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ്, ഇത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെയാണ് മെയിൻ. അല്ലാതെ ഭയങ്കര ഇൻഫർമേഷനൊക്കെ ചാലിച്ച് ഇതൊന്നും ആവശ്യമില്ല. അതിന് മറ്റേ എൻസൈക്ലോപീഡിയയും അങ്ങനത്തെ എന്താ പറയുക ഡോക്യുമെൻ്ററീസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ലൈഫല്ലേ. നിങ്ങൾ വരുമ്പം നിങ്ങളെങ്ങനെ ആയിരിക്കുമോ ഇത് ആസ്വദിക്കുന്നത്, അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മളിത് അജ്മീർ എത്താറായി. 56 കിലോമീറ്ററുള്ള അജ്മീർ, 190 കിലോമീറ്റർ ജയ്പൂർ. നമ്മൾ ഈ വഴിയല്ല പോയത്, നമ്മൾ വേറെ വഴി കൂടെ കയറിയാണ് ജോധ്പൂർ പോയത്. തിരിച്ചു വരുമ്പം അജ്മീർ ടച്ച് ചെയ്തോ എന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്താണ് പോകുന്നത്. രാജസ്ഥാനിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ, പക്ഷേ എല്ലാം കുറേ ദൂരെ. പിന്നെ ഒരു കോമൺ ഒരു സ്വഭാവം ഉണ്ടാവും. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ ഒന്ന്, മൂന്നാർ വേറൊന്ന്, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ കോമൺലി എല്ലാ സ്ഥലങ്ങൾക്കും ഏകദേശം ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പം കോട്ടകളാണേലും ടൗണുകളാണേലും എല്ലാം ഏകദേശം ഒരേപോലെയാണ് എനിക്ക് കണ്ടിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അജ്മീർ ഇടത്താണോ വലത്താണോ. ഓക്കെ, നമ്മൾ ഹൈവേയിൽ കയറി. എനിക്ക് ഗൂഗിൾ ആൻറ്റി പറയുന്നത് 171 കിലോമീറ്റർ നേരെ പോകാനാണ്. നേരെ പോയാൽ ശരിയാവും. കണ്ടോ ഒളിച്ചിരിക്കുന്നുണ്ടോ, പശു ഒളിച്ചിരിക്കുന്നുണ്ടോ, കണ്ട ഇടിച്ച് കീറും നമ്മൾ. അതും ചാവും നമ്മളും ചാവും. ജയ്പൂർ, ഡൽഹി, എന്തായാലും ഇതൊക്കെ ഒരു ഡ്രീം റൈഡാട്ടോ. മുണ്ടക്കയത്തുനിന്ന് കൊടൈക്കനാൽ വരെ പോകാൻ വേണ്ടി വീട്ടിൽ തല്ലി പിടിച്ച് പോയിട്ടുള്ള 200 കിലോമീറ്റർ. ഇപ്പോഴത്തെ 3100 കിലോമീറ്റർ മേളിൽ വണ്ടി പിടിച്ച് നമ്മളിത് രാജസ്ഥാനിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അവിടെ പറന്ന് കയറങ്ങോട്ട്. നമ്മൾ ജയ്പൂർ 151 മുമ്പോട്ട്
അവിടെ ഒരു മലയുടെ അപ്പുറയാണ് അജ്മീറും പുഷ്കറും. നമ്മളൊന്ന് പോയില്ലേ. ബാക്കിൽ നല്ല സൺസെറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. റൈസൈഡ് നല്ല രസമുണ്ട് കേട്ടോ. നമ്മളൊരു 230 കിലോമീറ്റർ മൊത്തം ഓടിയപ്പോൾ നിർത്തി ഇവിടുന്ന് ചായ കുടിച്ചു കേട്ടോ. ഇനിയിപ്പം 114 കിലോമീറ്റർ കൊണ്ടുണ്ടോ ജയ്പൂർ. നല്ല വഴിയാണ്, പക്ഷേ ഈവനിങ് ആയപ്പം കുറച്ച് തിരക്ക് കൂടിയോന്നൊരു ഡൗട്ടുണ്ട്. നമ്മൾ ജയ്പൂരൊക്കെ എത്താനായിട്ടൊരു 10-60 കിലോമീറ്റർ മുമ്പ് പോട്ടെങ്കിൽ പിന്നെ ലോറിക്കാട് വേണം കേട്ടോ. അപ്പം ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിൻ്റെ ഒരു സെറ്റപ്പ് പോയി. ബോംബെ എന്നൊക്കെ വന്നില്ലേ, മാതിരി ഒരു ബഹളവും പരിപാടിയൊക്കെയാണ്. ഏറെക്കുറെ എത്താറായി. ഒരു 10-20-25 കിലോമീറ്ററോട് പോയാൽ നമ്മൾ എത്തും ജയ്പൂർ ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ അവസാന ഘട്ടത്തിലെ ആ ഒരു പ്രകടനം നമ്മളെ വെറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഫുള്ള് ട്രക്കും അലമ്പും ഓണും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രശ്നത്തിലേക്കാക്കുന്ന 2 കാര്യങ്ങളാണ് ഈ ഓണടി, തുപ്പൽ, പിന്നെ പൊട്ടി എല്ലാം ഉണ്ട്. കുഴപ്പമില്ല, നമ്മളെല്ലാം സഹിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, നല്ല എല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മൾ ജയ്പൂർ എത്തിയിട്ട് സ്റ്റേ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേക്കും കൂടുതൽ സ്ഥലങ്ങൾ, അതായത് നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളും അതൊക്കെ ഉള്ളത് ഹവാമകളുടെയും ആ ഒരു സിറ്റി പാലസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ സൈഡിലൊക്കെയാണ് കണ്ടത്. അപ്പം ആ ഏരിയ ലക്ഷ്യമാക്കി പോവാം. അവിടെ എവിടെയെങ്കിലും പോയിട്ട് റൂം നോക്കാമെന്നാണ് പ്ലാന്. സിറ്റിയുടെ നടുക്കൂടെ ഒരു ചെറിയ ഫ്ലൈഓവർ, അതിൻ്റെ മേളിൽ കൂടെ മെട്രോ ആണെന്ന് തോന്നുന്നു. ഒരു അജ്മേർ ഗേറ്റ് എന്ന് കണ്ട എൻട്രൻസിൽ കൂടെ കയറി വന്നാൽ ഗൂഗിൾ മാപ്പ് അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഈ സിറ്റി പാലസും ഹവാമകളും അടുത്തടുത്തായിരിക്കുന്നത്. ആ ഏരിയയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ അടുത്താണ് പിന്നെ മറ്റേ ആംബർ ഫോർട്ട്, അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ജൽമഹൽ എല്ലാം ഞാൻ മാപ്പിൽ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടുപിടിച്ചാണ്. ഒട്ടും പ്രിപ്പയർഡ് അല്ല, നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് ചോദിച്ച് പോവാം. കളക്ടറേറ്റ് കാസാകുത്തി, MA റോഡ്, കമ്മീഷണറേറ്റ്. നമുക്ക് നേരെ പോകാനാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണോ സിറ്റി പാലസ്? വണ്ടിക്ക് കയറൂ. ഔ കൊള്ളാലോ. ഈ ഏരിയ കിട്ടില്ല കേട്ടോ, ഫുള്ള് ലൈഫാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നമുക്ക് സിറ്റി പാലസ് ഒരു ദിവസം രാത്രിക്ക് ഒന്ന് അടിക്കാം, പുറഞ്ചം അടിക്കാം. ബിൽഡിങ്ങിൻ്റെ എല്ലാം കളർ കണ്ടില്ലേ, എല്ലാം വായിച്ചോളാം നേരെ. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പോട്ടെ. നൈസ് സ്ഥലം കേട്ടോ. കിട്ടില്ലൻ ലുക്ക് സ്ഥലം, ഭയങ്കര ഹെവിയാണ്. ഫുള്ള് ഒരേ കളർ ബിൽഡിങ്. അത് ഭയങ്കര ഒരു അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും മറ്റേ ഹവാ മഹലും. കാര്യം ഇമാതിരി കളറല്ലേ അതും. ഇതല്ലേ ഹവാ മഹൽ? അതെ അതെ. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. ഫോട്ടോ കണ്ട ഭയങ്കര വലുതല്ലേ, അത്ര ഒന്നുമില്ല. ഫോട്ടോ എടുത്ത് നോക്കിയാൽ അറിയത്തുള്ള ഒരു വ്യൂ. അപ്പോൾ അതാണ് ഹവാ മഹൽ. എല്ലാം വായിച്ചു തരാം, ഞാൻ നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മോസ്റ്റ് ഹാപ്പനിങ് ഏരിയ എന്ന് തോന്നുന്നു. രസമുണ്ട് കേട്ടോ. ഇത് വേറെ ഹവാ മഹലോ? അല്ല, ആ കളറാന്നേ ഉള്ളൂ. കൊള്ളാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സ്റ്റേ ഉണ്ടോ എന്ന് നോക്കണം. പോലീസ് കമ്മീഷണറേറ്റ്, ബാക്ക് പാക്കർ ഹോസ്റ്റൽസ്. പിങ്ക് സിറ്റിയിൽ നിങ്ങളെ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ കിഡിലൻ സൺസെറ്റ് സ്പോട്ടുകളാണ് കേട്ടോ. അതായത് ഇവിടെ കുറച്ച് ഫോർട്ടുകളുണ്ട്. ആമേർ ഫോർട്ട്, നാഗർഗ്രാ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കിഡിലൻ ഫോർട്ടുകളുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ലൊക്കേഷൻ ഇട്ടേക്കുന്നത് നാഗർഗ്രാ ഫോർട്ടാണ്. 3.6 കിലോമീറ്റർ, 12 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. സമയം 3:15. എന്നാൽ പോയി നല്ല കിഡിലൻ സൺസെറ്റ് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വന്നാലോ. നമ്മൾ ഹവാ മഹലിൻ്റെ അടുത്ത് റൂം എടുത്തതിൻ്റെ മെയിൻ കാര്യം അവിടുന്ന് അടുത്താണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കേട്ടോ. ജന്തർ മന്ദിറും പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഫോർട്ടുകളും എല്ലാം അതിൻ്റെ അടുത്തെടുത്താണ്. സോ ഇതാണ് ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരേണ്ടി വരും. ഇവിടെ നിന്ന് തന്നെ കാണാം ഫോർട്ടുകൾ. ചെറിയ വഴിയാട്ടോ, വേറെ റോഡൊന്നും ഇല്ല. അപ്പോൾ ഇതിലെ കാറിനൊന്നും കയറിക്കൊണ്ട് വരാൻ പറ്റില്ല. ബൈക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കയറി പോകുന്നതെന്നാണ് തോന്നുന്നത്. ഈ ഫോർട്ടിൻ്റെ ഒരു ഗുണമെന്ന് അറിയാം. ഈ ഫോർട്ടെന്നല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ഫോർട്ടുകളുണ്ട്. ഇതെല്ലാം കണക്റ്റഡാണ്. ആരവല്ലി ഹിൽസാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിലുള്ള ഈ ഫോർട്ടുകളെല്ലാം നമ്മൾ കണക്റ്റഡാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റി അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ സൺസെറ്റിൻ്റെ സമയത്ത് ബാക്ക് ഡ്രോപ്പിൽ സണ്ണുമായിട്ട് ആ സിറ്റി കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. നടക്കാനാണ് കുറച്ചുണ്ട് കേട്ടോ, അതിൽ നല്ല കയറ്റമാണ്. പിന്നെ വഴി ഇങ്ങനെ കല്ലൊക്കെ അടിച്ചിട്ടിട്ടുള്ളതുകൊണ്ട് വലിയ സീനില്ല, ഈ സൈഡ് കയറിപ്പോവാം. താഴെ സിറ്റി കാണാം നല്ല അടിപൊളിയായിട്ട്. ജയ്പൂർ നല്ല ഹൈറ്റില്ല. താനെവിടെ ഇങ്ങനെ വന്നു? എൻട്രൻസ് ഇവിടെ ബൈക്കകത്തോട്ട് കയറാൻ പറ്റുമോ? അത് കയറ്റാലോ. 20 രൂപയെന്ന് തോന്നുന്നു. 60. ഇത് വണ്ടിയുടെ പാർക്കിങ്ങാണ് 20 രൂപ. ബൈക്കിന് ടിക്കറ്റ് വേറെ എടുക്കണമെന്ന് തോന്നുന്നു. ഇവിടുന്ന് മുമ്പോട്ട് പോവാം. ഓക്കെ, അവിടെ അല്ല കേട്ടോ.
നമുക്കിനി മുമ്പോട്ട് പോകാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്തുകൊണ്ട് കേട്ടോ ശീഷ് മഹൽ. നമ്മൾ ജോധ്പൂരിലെ മെഹ്റൻഗർ ഫോർട്ട് കണ്ടില്ലേ, അതിനകത്ത് മറ്റേ കണ്ണാടി കൊണ്ടുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. പക്ഷേ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് പിന്നെ 500 എൻട്രി ഫീ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ കണ്ടു. ഓ വേറെ വഴിയുണ്ട്, കാറിന് വരാം. നമ്മൾ വേറെ റൂട്ടാണ് വന്നേ. ഹം ദൂസറ റൂട്ട് മേ ആത്താതാ ആയെങ്കിൽ അല്ലേ. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോർട്ടിൻ്റെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് 2 സൈഡിലും എല്ലായിടത്തും ഉള്ള പോലെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല കമ്പനിയായിരുന്നു, കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അജിത്ത് ഒരു കുൽഫി അടിച്ചു, കൂട്ടത്തിൽ ഞാനും. सब कुछ ही ठीक है खाओ मजे करो भाई मटका कुल्फी गाली कुल्फी ये എന്നിട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതായത് ഒരാൾക്ക് 52 രൂപയാണ് അകത്ത് കയറാനായിട്ടുള്ള ടിക്കറ്റ്. അതെടുത്ത് നമ്മൾ ആ ഗേറ്റിൽ കൂടെ അകത്തോട്ട് കയറിയപ്പോൾ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു ഈ ക്യാമറയും പരിപാടിയൊന്നും ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഫോണിൽ എടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? അതും പറ്റത്തില്ലെന്ന്, എല്ലാവരും എടുക്കുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ വെറുതെ പറയണതാണ്. അപ്പോൾ അവരോട് അങ്ങനത്തെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അകത്ത് കയറി. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ശീഷ് മഹൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് നടക്കും കേട്ടോ. ഓക്കെ, ശീഷ് മഹൽ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ അവിടെ ഒരു മാധവേന്ദ്ര പാലസ് ഉണ്ട് കേട്ടോ. അതാണ് ഈ ഫോർട്ടിലെ മെയിൻ പാലസ്. നമ്മളിങ്ങനെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഒരു സെൻട്രൽ കോർട്ട്യാർഡുണ്ട്. കോർട്ട്യാർഡിന് ചുറ്റും 9 റൂമുകളുണ്ട്. അതായത് മെയിനായിട്ടും രാജ്ഞിക്ക് വേണ്ടി പണിഞ്ഞാണെന്നാണ് നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്. രാജാവും രാജ്ഞിയും അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നതും ഇടയ്ക്ക് വന്ന് താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതിൽ രാജാവിൻ്റെ റൂം കുറച്ച് കയറി നിൽക്കുന്ന ഒരു സെറ്റപ്പിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജനലിൽ കൂടെ താഴെ നമ്മുടെ ജയ്പൂർ നഗരം നല്ല ക്ലീനായിട്ട് കാണാം കേട്ടോ. हेलो गाइस, कैसे हो? Where are you from? पंजाब से हूँ। पंजाब जी। हाँ, your name? माय नेम इज सौरभ। सौरभ जी। आप कहाँ से हो? केरला। केरला से आए हो इधर? बाइक में बाइक पे? हाँ। गॉड। വഴിക്കൂടെ നടന്നപ്പോൾ പുള്ളി വ്ളോഗറെ കണ്ടപ്പം പുള്ളിക്ക് സന്തോഷം കൊണ്ട് വന്നിട്ട് മിണ്ടിയതാ. അവിടുന്ന് ആ ഒരു പാലസ് എന്ന് പറയാം, അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കോട്ടയുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ നിന്ന് നോക്കിയാൽ നല്ല വൃത്തിക്ക് ജയ്പൂർ കാണാം. പിന്നെ സൺസെറ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്കിന് ആശാൻ ഇങ്ങനെ താഴോട്ടിറങ്ങി വന്നിട്ട് ആ ടൗണിൽ ടച്ച് ചെയ്യുന്നൊരു കാഴ്ചയും. അത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയുണ്ട് 2 ഫോർട്ടുകളും കൂടെ ഈ ഒരു സ്ട്രെച്ചിൽ തന്നെ. നഹർഹർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, അതുപോലെ ഇനിയിപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് 2 ഫോർട്ടുകളൂടെ ഉണ്ട്. നമ്മൾ ഇന്നലെ അത് അവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ടായിരുന്നു. ആമേർ ഫോർട്ടും ആംബർ ഫോർട്ടും. ഇതെല്ലാം ആമേർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോകുന്നതിന് മുമ്പ് നമ്മൾ വണ്ടിയിൽ രാവിലെ മൊത്തം അത് ഇവിടെ ഫുള്ള് മറ്റേ ഗുത്കയില്ല, അത് ചവച്ച് തുപ്പി വെച്ചേക്കുമായിരുന്നു. വെള്ളമൊക്കെ മേടിച്ച് കഴുകി പറഞ്ഞിട്ട് കാര്യമില്ല. വൃത്തി എന്ന് പറയുന്ന സാധനമില്ല. സിവിക് സെൻസ് അടുത്തൂടെ പോയിട്ടില്ല. ഈ കാണുന്ന ഒരു മൂത്രപ്പുര കേട്ടോ, ആ കാണുന്നത്. അതെ, പക്ഷെ എല്ലാവരും മുള്ളുന്നത് എവിടെയാണ് കണ്ടോ. അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഇവിടെ. അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് വരാറുള്ളൂ. അല്ലാതെ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ രാജസ്ഥാൻ അങ്ങനെയാണ്, ഗുജറാത്ത് ഇങ്ങനെയാണ്. പക്ഷേ ഇതിനും പറയാൻ ഗുജറാത്താണെന്ന് എനിക്ക് തോന്നുന്നത്. പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന. എന്നാൽ പോവാം. ഫുള്ള് നോക്കി എവിടെ കിടപ്പുണ്ട്. ഞാൻ കഴുകിയത് വെള്ളം കടയിൽ നിന്ന് മേടിച്ചതുകൊണ്ട് മൊത്തം തുപ്പി നാശമാക്കി വെച്ചേക്കുന്നത് വണ്ടിക്കാവും. സംഭവം കാണാനൊക്കെ എന്തൊക്കെയോ രസമുള്ളൊരു സ്ഥലമാണ് ഈ ബിൽഡിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ. പിന്നെ ഇവിടെ സംസ്കാരമൊക്കെ അടിപൊളിയായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് സെറ്റാവില്ല, അരിശം വരും. ഒന്നാമത് വൃത്തി ഭയങ്കര സീനാണ്, ഒരു രക്ഷയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് ചിക്കൻ കഴിക്കാൻ പോയായിരുന്നു ഒരു കടയിൽ, ഛർദ്ദിച്ചില്ലെന്നേ ഉള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ്. ഈ വണ്ടി നോക്കി ഫുള്ള് എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ രാവിലെ കണ്ടിട്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഉണ്ടോ എവിടം വരെയൊക്കെ ഇരിക്കുന്നത് നോക്ക്, തുപ്പൽ. പറഞ്ഞിട്ട് കാര്യമില്ല, പോവാം. ഈ ആംബർ പാലസ് എന്ന് പറഞ്ഞാൽ ആംബർ പാലസ് അല്ലെങ്കിൽ അമേർ പാലസ് എന്നൊക്കെ പറയും കേട്ടോ. അമേർ എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇവിടുന്ന് 8 കിലോമീറ്റർ. ഈ ആമർ എന്ന സ്ഥലം ഇവിടുന്ന് 11 കിലോമീറ്റർ കണ്ട. അപ്പോൾ 8 കിലോമീറ്റർ ദൂരെയാണ് ഈ ഫോർട്ട് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഫോർട്ടില്ലേ, അത് ഇവിടെയാണ്, നഹർഗർ ഫോർട്ട്. അതിവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ, ആ ഒരു വോൾ ഇവിടം വരെ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങേറ്റത്താണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ 18 കിലോമീറ്റർ നീളമുണ്ട് ആ ഒരു ഫോർട്ടിന്. ഇതാണ് ആംബർ പാലസ് ഉണ്ടോ. പിന്നെ ഒരു ഫോർട്ടും കൂടെ ഉണ്ട് കേട്ടോ, ജയ്ഗർ ഫോർട്ട് ഉണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ 2.5 കിലോമീറ്റർ കണ്ടടുത്തുള്ളൊരു ടണലുണ്ട് ജയ്ഗർ ഫോർട്ട് വരെ. ഇവിടുന്ന് ഇവിടം വരെ ജയ്ഗർ ഫോർട്ട് ഒരു ടണലുണ്ട്.
2 കിലോമീറ്റർ മിച്ചമുള്ളത്. അത് പറ്റുവാണെങ്കിൽ അതൊന്ന് കയറാം. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. നോക്കി, ശരിക്കും പിങ്ക് സിറ്റി എന്നൊക്കെ വിളിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. കാര്യം ബിൽഡിംഗ് എല്ലാം ആ കളറാണ്. പണ്ടത്തെ ബിൽഡിങ്ങുകളാട്ടോ ഇതെല്ലാം, രാജഭരണമുള്ള കാലത്തെ. അതായത് നമ്മൾ താമസിക്കുന്നതൊക്കെ ആ ഒരു എന്താണ് റോയൽ സെറ്റപ്പിൻ്റെ ഉള്ളിലാണ്. അവിടെയാണ് ഹവാ മഹൽ, സെൻട്രൽ പാലസ് എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനൊക്കെ ഇങ്ങനത്തെ ഗേറ്റുകളുണ്ട്. അതിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട്. അതായത് എക്സിറ്റായിട്ട് ഇങ്ങനത്തെ ഗേറ്റുകളാണ് കൂടുതലും. നടുക്കൊരു വലിയ കമാനം 2 സൈഡിൽ ചേർത്ത്, അതാണ് അതിൻ്റെ ഒരു രീതി. അത് രസമാണ് കാണാനായിട്ട്. എന്തായാലും നിങ്ങളെ ടൗണിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. നമുക്ക് ഏതായാലും ഫോർട്ടിൻ്റെ പരിപാടി തീർക്കുവാണെങ്കിൽ നമ്മൾ താമസിക്കുന്നതിനടുത്താണ് ടൗൺ, എന്താണ് ഹവാ മഹലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തുകളാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെയും ഈ വഴിയാണ് വന്നത് കേട്ടോ, സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ ഈ വഴി പോകുമ്പോഴാണ് റൈറ്റ് സൈഡിൽ മറ്റേ ജൽമഹലൊക്കെ ഇല്ലേ, ഒരു മറ്റേ വാട്ടർ ലേക്കിൻ്റെ നടുക്ക് ഒരു കൊട്ടാരം, അതും കാണിച്ചു തരാം. അത് ഈ വഴിക്ക് തന്നെയാണ്. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ജൽമഹൽ. ഇപ്പോൾ കയറി കണ്ട വലിയ സുഖം കാണത്തില്ല, ലൈറ്റൊന്നും ഒരു സുഖം കാണത്തില്ല. ഇവിടെ നോക്കിയാൽ അങ്ങ് ദൂരെ കാണാം ഫോർട്ടും പാലസും. നമുക്ക് ഇത് ഇത്തിരി വലുതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് ഏറ്റവും ചെറുതാണ് അറിഞ്ഞത്, നാഹർഗർ. പേരിത്തിരി അല്ലേ പറയാൻ കുറച്ചൊരു നാഹർഗർ. ഓക്കെ, ഇവിടെ നിന്ന് കയറിപ്പോകാനായിട്ടുള്ള വഴിയുണ്ട്. പിന്നെന്തിനാണ് അവർ പാർക്കിംഗ് ഫീ മേടിക്കുന്നതെന്ന് മനസ്സിലായില്ലല്ലോ. ആംബർ പാലസ് വെൽക്കംസ് യു. അതായത് മറ്റേത് ഷോർട്ട് കട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വാവ്, കൊള്ളാതെ. സമയം ഉച്ചയ്ക്ക് 2:30 കേട്ടോ. 2:30 ലൈറ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെന്തിയേ? ഓ ആദ്മി കഹാ ഹേ? ആ, 1 മോർ, ഏക്കോർ ആദ്മി. എടോ 400 രൂപ ഗൈഡ് വേണോ? കാണിച്ചു തരുമല്ലോ, അല്ല അവിടെ പോയി ഗൂഗിൾ തപ്പി സമയം പോകും. 400 രൂപയാണ് 1 തൊട്ട് 4 പേർക്ക് വരെ 400 രൂപ. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, 300 രൂപയ്ക്ക് വരാമെന്ന് പറഞ്ഞു. നോക്കാം. കാര്യം അല്ല അവിടെ പോയി ഇങ്ങനെ ഫോൺ എടുക്കുന്നു, തപ്പുന്നു. ഇതെന്താണ്? ഇത്ര പെട്ടെന്ന് വന്നോ? കോട്ടയം മുണ്ടക്കയം. എവിടുന്നാ? ആ, ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്തു കേട്ടോ. ഒരു വണ്ടിക്ക് 20 രൂപയാണ്. പിന്നെ അവിടെ എൻട്രി ഫീ 100 പറഞ്ഞു. പിന്നെ ഗൈഡിനെ കിട്ടി 300 രൂപയ്ക്ക്. ഗൈഡിനെ എടുത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ഇത് ഇച്ചിരി വലുതാണ്. മറ്റേ കഴിഞ്ഞ നമ്മൾ പോയ പോലെയല്ല, കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് ആക്ച്വലി ഫോർട്ടല്ല, ഇത് പാലസാണ്. പറഞ്ഞുതരാം. This instrument is Ravan Hatta. It is your welcome. It is Ravan? for your Ravan Hatta. Yeah. Ravan को भी हताश कर देने वाला. ഇവിടെ എന്തോ പരിപാടി നടക്കാൻ പോകുന്നതാണ്. അതിൻ്റെ ഒരു ചെക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. സോറി ഫോർ ദാറ്റ്. This palace known as Diwan-e-Aam. You know about Diwan-e-Aam? Diwan-e-Aam is common place. It is court of that time like Supreme Court, High Court. 48 pillars over there, 32 in red sandstone, 16 pillars in white marble. Okay. It is also show Mughal architect because you know about Raja Man Singh, he is the chief in the army of Akbar, so that's why. Okay. This palace found by 3 kingdoms. First was Raja Man Singh, second was Mirza Raja Jai Singh, third was Sawai Jai Singh second. 137 years to complete this palace. Oh. So that's why 3 generations to complete this palace, grandfather, father and son. That one is the main entrance of this palace known as Ganesh Pole. Ganesh Pole. Okay. Here you see the all colors are vegetable colors and art is known as Meenakari. Meenakari is monopoly art of this village. ഇതാണ് ആമേർ ഫോർട്ട്. ആംബർ ഫോർട്ട് എന്നും പറയപ്പെടും. ഇവർ ആംബർ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ആമേർ ഫോർട്ട് എന്നാണ് വിളിക്കപ്പെടുന്നത്. ആമേർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴയ രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. ആ ക്യാപിറ്റലിലെ പാലസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വർഷങ്ങളുടെ കഥകൾ പറയാനുള്ളൊരു പാലസാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ജയ്ഗർ ഫോർട്ട് കാണാം. അതായത് ലോകത്തെ 3ാമത്തെ വലിയ വാളുണ്ടല്ലോ, ആ വാള് ചെന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഫോർട്ടിലോട്ടാണ്. ഒരു പ്രൊട്ടക്റ്റീവ് ഫോർട്ടാണത്. അപ്പോൾ അവിടെയാണ് വേൾഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത റെയർ ആയിട്ടുള്ള പല വെടിക്കോപ്പുകളും സൂക്ഷിച്ചേക്കുന്ന ഒരു ഫോർട്ടാണ് ജയ്ഗർ ഫോർട്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. വലിയൊരു കോട്ടയാടൊക്കെ ഉണ്ട്, ഭയങ്കര വലിയ ഏരിയ. പിന്നെ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ വെജിറ്റബിൾ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. Let's go. This is pure gold, right? Yeah, 24 karat pure gold. അപ്സ്റ്റെയറിലോട്ട് കൊണ്ടുപോവാണ്.
known as Saffron Garden. You know about saffron? Saffron. Yes, saffron. Mirza Raja Jasing II tried to found saffron, but you know about saffron grown in cold weather like Kashmir. Okay. And Rajasthan is hottest weather place. So that's why his tried is failed. Now there's chairs over there. Everyday light and sound show working there. നമ്മൾ കയറി അകത്ത് വലിയൊരു കോട്ടയാടിലെത്തും. ഇതാണ് ഇവിടുത്തെ മെയിൻ സെറ്റപ്പ് കേട്ടോ. ഇതാണ് ജയ് മഹൽ അല്ലെങ്കിൽ ശീഷ് മഹൽ നമ്മൾ പറഞ്ഞ മറ്റേ കണ്ണാടി വെച്ചുള്ള പരിപാടികളൊക്കെ അങ്ങനത്തെ ഒരു വലിയ റൂം നടുക്കുണ്ട്. രണ്ട് സൈഡിലും അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ 2 പത്നിമാർക്ക് താമസിക്കാനുള്ള റൂംസ്. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. Now it is normal flower. Now scorpion, cobra pear, fish, lion tail, mango, butterfly, earthworm, elephant ear, deer horn. You find so many things in this painting. Sir, the whole courtyard is known as Mansingh Palace and Ladies Apartment. Why it is called Ladies Apartment? Because no one allowed to meet with queens. Okay. ഇവിടുത്തെ രാജാവായിരുന്ന രാജാ മാൻസിംഗിന് 12 പത്നിമാരുണ്ടായിരുന്നു. അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഏരിയ ആണ് ഇത്. അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. 12 റൂംസ് ഉണ്ട്. ഈ 12 റൂംസ് തമ്മിൽ കണക്റ്റഡ് ആണ്. പക്ഷേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവർക്ക് കാണാൻ പറ്റില്ല. പക്ഷേ രാജാവിന് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടി വഴിയുണ്ട്. അതിൽ കൂടെ പോകുമ്പോഴത്തേക്കിനും ഈ 12 റൂമിൽ സെപ്പറേറ്റ് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട്. പിന്നെ അദ്ദേഹം ഭയങ്കര ആസ്ട്രോളജി അതിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ 12 പത്നിമാരും ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറൻറ്റ് മറ്റേ സോഡിയാക് സയൻസ് ആയിരുന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ എന്താണ് വേലയ്ക്ക് നിന്ന ആൾക്കാരൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു. അങ്ങനെ ആക്കി ധരിക്കാം. പുറത്തുനിന്നുള്ള ആണുങ്ങൾക്കോ വേറെ ആണുങ്ങൾക്കോ ഒന്നും പെർമിഷൻ ഇല്ലായിരുന്നു ഇങ്ങോട്ട് കയറാനായിട്ട്. ഈ സെൻട്രൽ കോർട്ട്യാർഡിൻ്റെ നടുക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്. ബാരാദരി എന്ന് അതിന് പറയുന്നത്. അതായത് ഈ 12 അപ്പാർട്ട്മെൻറ്റാണ്, 12 റൂംസ് അല്ല, 2 BHK. അതിൽ കിച്ചണുണ്ട്, ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട്, പിന്നെ ഒരു ബെഡ്റൂമുണ്ട്. അത് ഓരോ രാജ്യക്ക്, അത് രാജാവിന് ഓരോ പത്നിമാർക്കും. അങ്ങനത്തെ 12 അപ്പാർട്ട്മെൻറ്റ്സ് അതിനകത്തുള്ളത്. അതിൻ്റെ നടുക്കാണ് ഇങ്ങനൊരു സെറ്റപ്പ്. ഈ ബാരാദരി എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഗോസിപ്പ് പറയാൻ വേണ്ടിയുള്ളതാണ്. അത് പെർമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണേ. എനിക്ക് Now we will go second part. But in second part, videography, photography is not allowed. Oh. Because there is monopoly art of this. നമ്മുടെ 102 രൂപയുടെ ടിക്കറ്റിൽ ഇത് ഇൻക്ലൂഡാണ്. സർക്കാരിൻ്റെ GP കയറിയിട്ട് നമ്മളെ വേറെ എന്തോ കാണിക്കാൻ വേണ്ടി പോവാണ്. എന്താണെന്നും പറഞ്ഞില്ല. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുകയെന്നും പറഞ്ഞു. നോക്കാം, ഏതായാലും കാണാമല്ലോ. നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഈ തുണിയൊക്കെ കളർ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ, പുള്ളി നാച്ചുറലായിട്ട് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ കാണിച്ചു തന്നു പ്രിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. എല്ലാം ഒറിജിനലാണ്, കെമിക്കൽസ് ഒന്നുമല്ല, നാച്ചുറൽ കളറാട്ടോ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിനൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആമേർ ഫോർട്ടിൻ്റെ കാഴ്ചകൾ. പിന്നെ മറ്റേ ടണലിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു. അത് ക്ലോസ്ഡാണ്. 2023 ക്ലോസ് ചെയ്തു, കയറ്റി വിടത്തില്ല. അതിൻ്റെ അകത്ത് കുറച്ച് ഓക്സിജൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് പരിപാടി നടക്കത്തില്ല. ഇതൊക്കെയാണ് ആമേർ ഫോർട്ടിലെ കാഴ്ചകൾ കേട്ടോ. ആമേർ അല്ലെങ്കിൽ ആംബർ ഫോർട്ട് പാലസ് എങ്ങനെയാണെന്ന് പറയാം. ഗൂഗിൾ മാപ്പിലൊക്കെ അടിക്കുമ്പോൾ പല പേരിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാഴ്ചകൾ. പിന്നെ അവിടെയാണ് മറ്റേ ജയ്ഗർ ഫോർട്ട്. അതിൻ്റെ അകത്താണ് ഫുള്ള് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല സൺസെറ്റിൻ്റെ ടൈമായിട്ടുണ്ട്, സൺറൈസ് അല്ല. അപ്പോൾ എന്തേലും ഇറങ്ങി അടുത്ത പരിപാടി നോക്കാം. എവിടെയെങ്കിലും പോയി കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടുമെന്ന് നോക്കണം. അതാണ് പ്ലാൻ. ആംബർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് നേരെ തിരിച്ചു പോകണം. പോകുന്ന വഴിക്ക് ജൽമഹൽ കാണിച്ചു തരാം. മറ്റേ ഫോർട്ടിൽ നമ്മൾ കയറുന്നില്ല കേട്ടോ, സമയം ഔട്ടായി. അതുപോലെ എല്ലാം കൂടെ ഓടിച്ച് കയറൽ നടക്കില്ല. ഏതെങ്കിലും ഒരു ഫോർട്ടേ ഒരു ദിവസം പറ്റുള്ളൂ, അല്ല 2 എണ്ണം മാക്സിമം. രാവിലെ ഒന്ന് കയറാം, വൈകിട്ടൊന്ന് കയറാം. അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ രാജസ്ഥാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ജയ്പൂർ വരുവാണെങ്കിൽ എല്ലാ ഫോർട്ടും കൂടെ എടുക്കണ്ട. ഏതെങ്കിലും ഒരു ഫോർട്ടിൽ കയറിയാൽ മതി. കാര്യം എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ കയറിയത് മറ്റേ 2 എണ്ണം കയറിയല്ലോ. അതിലിപ്പം ആമർ ഫോർട്ട് കുറച്ചുകൂടെ ഒരു വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ തിരക്കുമില്ല. ഇത് കയറുന്നതായിരിക്കും ബെറ്റർ, ഫോർട്ട് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇതാണ് ജൽമഹൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതങ്ങോട്ട് നമ്മൾ ഇറങ്ങി പോകാനുള്ള വഴിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് ഒക്കെ പോലത്തെ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് അത് കാണാം. നമ്മുടെ കുറേ ഫോട്ടോ പ്ലേസുകളുണ്ട്, പിന്നെ വഴിക്കച്ചവടക്കാരുണ്ട്. അങ്ങനത്തെ ഒരു മൂഡ് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു എക്സാക്ട് സാധനം.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ജൽമഹലിൻ്റെ കാഴ്ചകൾ. 1600-നും 1700-നും ഇടയ്ക്ക് മഹാരാജ ജയ്സിംഗ് 2 ആണ് ഇത് നിർമ്മിച്ചത്. അന്ന് ഈ പറഞ്ഞ പോലെ വെള്ളമൊന്നുമില്ല കേട്ടോ, ഡ്രൈ ലാൻഡ് ആയിരുന്നു. അവിടെയാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചത്. അതിനുശേഷം ദർഭാവതി റിവറിൻ്റെ കുറുകെ ഒരു ഡാം പണിഞ്ഞു. ഡാം പണിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഒരു മൻസാഗർ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇത് വെള്ളത്തിൻ്റെ അടിയിലായെന്നല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. പിന്നെ ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് വെള്ളത്തിൽ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തു. അങ്ങനെയാണ് ഇത് ജൽമഹൽ ആയി മാറിയത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞൊരു മറൈൻ ഡ്രൈവിൻ്റെ ഫീൽഡിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ച് സ്നാക്സൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കാം. അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ ചലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് ജയ്പൂർ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഹാപ്പനിങ്സ് നമ്മുടെ ഹവാമഹലിൻ്റെ ഏരിയ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ഈ പറഞ്ഞ 1-2 ദിവസമൊക്കെയാണ് കുഴപ്പമില്ല കേട്ടോ. ഏതൊരു ഫോർട്ട് എടുക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ജൽമഹലൊക്കെ പോകുന്ന വഴിക്കാം. ഒരു ഫോട്ടോ കണ്ടാൽ മതി. അതെനിക്ക് തോന്നുന്നത് നമ്മളിന്ന് പോയ ആമേർ ഫോട്ടോ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കാണുക, തിരിച്ചു വരിക, ഇത് ജൽമഹലിൻ്റെ അവിടെ നിർത്തി 2 സെൽഫി എടുക്കുക, തിരിച്ചു പോവുക, ഹവാമഹലിൻ്റെ അവിടെ പോവുക, അവിടെ ഹവാമഹലും കാണുക, സിറ്റി പാലസ് കാണുക. അത് നിങ്ങൾ കണ്ടിട്ടല്ലോ, ഒക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. അതൊക്കെ കാണുക. അത്രേ ഉള്ളൂ ജയ്പൂർ. പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നുമില്ല. രാജസ്ഥാനിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഒരു സെയിം സാധനം തന്നെ ഇവിടെ കിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒതൻറ്റിക് ആയിട്ട് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ. നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇന്ന് മറ്റേ സാധനം ഉണ്ടല്ലോ, വൻപേരിട്ടുള്ള കളി, രാജ്മ ചാവൽ. യെസ്, രാജ്മ ചാവൽ 99 രൂപയ്ക്ക് കിട്ടി. പിന്നെ കഴിച്ചു. 99 രൂപ എന്നാലും കൊടുക്കണം, അത് നിങ്ങൾ ഓർത്ത് കഴിയണം. പിന്നെ ഒരു നോർമൽ താലിയെ കഴിക്കണം ഒരു 220-230 രൂപ മിനിമം ആവും. പിന്നെ ചപ്പാത്തിയും കറിയും കഴിക്കണമെങ്കിൽ അറച്ച പുറച്ച് കയറും. ഭയങ്കര പൈസയാണ് കറിക്ക്. 300 രൂപ 320 രൂപയ്ക്കാണ് നമ്മൾ താമസിച്ചതിൻ്റെ അവിടെ. ഇപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്. പിന്നെ ഈ പാനിപ്പൂരി അതും ഇതൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അതാണ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളേതായാലും ഇനിയിപ്പോൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. റൂമിലോട്ട് പോയിട്ട് ഹവാമഹലിൻ്റെ അവിടുത്തെ കുറച്ച് നൈറ്റ് സംഭവം കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ജൽമഹലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തെത്തി. എന്നിട്ട് വൈകിട്ട് ഹവാമഹൽ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. ഒരു രക്ഷയില്ലാത്തവരൊക്കെ ശരിക്കും ഹവാമഹൽ വൈകിട്ട് ആ ലൈറ്റ് ഇട്ട് കാണണം, എന്നാലും അതിൻ്റെ ഒരു ശരിക്കുള്ള സാധനം കിട്ടുള്ളൂ. കാണുന്നുണ്ടേ, ഈ സംഭവം 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, അന്നേരം ലൈറ്റൊക്കെ ഓഫ് ആകും. ഇത് ഏറ്റവും നല്ലപോലെ കാണാൻ വേണ്ടി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൻ്റെ മേളിൽ കഫേ ഉണ്ട്. കഫേ അവിടെ നല്ല പൈസയാണ്. അവിടെ പോയി നിന്നാലേ ഒരു സ്ട്രേറ്റ് ടു സ്ട്രേറ്റ് ഫ്രെയിം കിട്ടുള്ളൂ. നമുക്ക് മേളിലൊന്ന് കയറി നോക്കിയാലോ. ഏറ്റവും വലിയ കൊലപാതകം ഇതിൻ്റെ മേളിൽ 200 രൂപയുടെ കൂപ്പൺ എടുത്താലേ മേളിലോട്ട് കയറ്റി വിടത്തുള്ളൂ. അത് നമുക്ക് തിരിച്ചെടുത്തില്ല. അവിടെ പോയിട്ട് എന്തെങ്കിലും നമുക്ക് കുടിച്ചതൊന്ന് തീർക്കാൻ നോക്കാം. ക്യാമറക്ക് 500 രൂപ കൊടുക്കണം എന്നാ കാര്യത്തിന്. ഇത് ഭയങ്കര വലിയ പരിപാടിയാണ്. അപ്പുറത്ത് 200, ഇവിടെ 250. വേറെ കടയിൽ കയറി നമ്മൾ ടാറ്റു കഫേ നോക്കാം. ഏതായാലും കയറൂല്ലേ. കണ്ടിട്ടുള്ളൊരു ഫ്രെയിമാ, ഒരു കൊതി. പൈസ നോക്കിയില്ല, അജിത്തന്നെ കാണണമെന്ന്. അപ്പം നമ്മൾ 250 വെച്ച് 3 പേര് 750 രൂപ കൊടുത്തിട്ടാണ് കയറിയത്. ഇവിടെ പിന്നെ ക്യാമറയ്ക്ക് വേറെ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഡ്രോൺ വെച്ചിട്ട് ഇവർ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രോണിന് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം പ്രശ്നം അതൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ആട്ടെ. അപ്പോൾ 750 രൂപയുടെ സുനാപ്രി നമ്മൾ കൊടുത്തല്ലോ. ആ സുനാപ്രി വെച്ചിട്ട് നമ്മൾക്കിനി ഓർഡർ ചെയ്യാൻ വേണ്ടി സാധനം നോക്കിയപ്പം എല്ലാം നല്ല വില. ഒരു കോൾഡ് കോഫി കുടിക്കണേ 300 രൂപ, സൂപ്പ് 300, എല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കാതെ നമുക്കൊന്നും കിട്ടത്തില്ലാത്ത അവസ്ഥയായി. വെള്ളമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് തരില്ല ഒരു കാര്യം. ഇവിടെ 2 കഫേ ഉള്ളൂ ഈ ഒരു വ്യൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത്രയും ഡിമാൻഡിങ് ആയിട്ട് അവർ ചാർജും ചെയ്തു കേട്ടോ. നമ്മൾ ഏതായാലും 2 സൂപ്പും ഒരു കോൾഡ് കോഫിയും പറഞ്ഞിട്ടുണ്ട്. അത് കുടിച്ചിട്ട് പോവാം. आए हो हमारी जयपुर में, इन लोगों का बहुत बहुत धन्यवाद जो हमारी होटल में ठहरे। ये भाई बहुत अच्छे हैं, नाइस पर्सन। आप लोग भी आओ, जयपुर घूमो, गुलाबी नगरी में आपका स्वागत है। पिंक सिटी इज़ ग्रेट सिटी। नमस्कार। ഇനി നമുക്ക് ജയ്പൂരിൻ്റെ മെയിൻ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. ഇത്രയും നേരം കാണിച്ച മെയിൻ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ സിറ്റി പാലസ് ഉണ്ട്, ഹവാമഹലുണ്ട്, ജന്തർ മന്ദർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ പ്ലേസസ്. ലൈക്ക് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അതിന് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹവാമഹലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഈ പറഞ്ഞ 3 സംഭവങ്ങളും. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് ആ ഒരു സ്ട്രീറ്റ് വഴിയാണ് കേട്ടോ. ഇവിടുത്തെ കംപ്ലീറ്റ് പിങ്ക് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട്
നമുക്ക് ആ 2-3 ഐറ്റംസ് കൂടെ നടന്ന് കാണാം. അതായിരിക്കും അതിൻ്റെ ഒരു അവസാന ഭാഗം കേട്ടോ. എന്നാൽ പോവാം. നമ്മളിവിടുത്തെ സ്ട്രീറ്റിലൂടെ നടന്നാൽ രാവിലെ ആദ്യമേ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ എണ്ണക്കടികളില്ലേ, നമ്മുടെ നാട്ടിലെ എണ്ണക്കടികൾ എന്ന് പറയുമല്ലോ, അതിലിവര് എന്താ മവാ കച്ചോരി, ദാൽ കച്ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വലിയ ഉണ്ട പോലത്തെ സാധനമുണ്ട്. അതാണ് രാവിലത്തെ ഇവരുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര റേറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് 25 രൂപ 30 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇതും ഒരു ചായ അടിച്ചു കഴിഞ്ഞാൽ 50 രൂപ താഴെ പരിപാടി തീരും. പിന്നെ ഈ സ്ഥലത്തിന് പിങ്ക് സിറ്റി എന്ന് പേര് വന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു പിങ്ക് കളർ അടിച്ചതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അതായത് 1876 ബ്രിട്ടീഷ് രാജാക്കന്മാർ, അതായത് വെയിൽസിലെ രാജാക്കന്മാർ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. അന്ന് ഇവിടുത്തെ രാജാവായിരുന്ന ജവായി രാം സിംഗ് രണ്ടാമൻ അദ്ദേഹം ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഈ പറഞ്ഞ പിങ്ക് കളർ അടിച്ചു. അതായത് ഇവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടാണ് ഇവർ ഫുള്ള് ഈ ഒരു പിങ്ക് കളർ അടിച്ചു കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കഥ. അങ്ങനെയാണ് ഇതൊരു പിങ്ക് സിറ്റി ആയത്. അപ്പം ഈ ഒരു റോയൽ എൻക്ലേവ്, അതായത് ഈ പാലസും ഇതുമായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ ഫുള്ള് ബിൽഡിങ്സിന് പിങ്ക് കളറാണ് എൻട്രൻസും എല്ലാം. പിന്നെ ഈ സിറ്റി പാലസിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ കച്ചവടക്കാരിപ്പുണ്ട്. അവർ ധാന്യങ്ങൾ വിൽക്കുന്നതാണ്. രാവിലെ ഇവിടെ ആൾക്കാർ വരും, വന്നിട്ടെന്തോ ഇവരുടെ ഈ സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടെ കുറേ പ്രാവുകളുണ്ട്, അവർക്ക് തീറ്റി കൊടുക്കും. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മിണ്ടാപ്രാണികളല്ലേ, അവർക്ക് തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞതിൽ വെച്ചിട്ട്. നമ്മൾ ഇന്നലെ മിനിങ്ങാന്നും എല്ലാം രാവിലെ ഇതിൽ വന്നപ്പം ആ കാഴ്ചകൾ കണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമാണ്. ആ ഒരു എന്താണ് ട്രഡീഷണൽ പഴയ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ പ്രാവുകൾ പറക്കുന്നതും ആൾക്കാർ നടക്കുന്ന കാഴ്ചയൊക്കെ ഭയങ്കര മൂട രാവിലെ ഇവിടെ നോക്ക്. ഇതാണ് ജയ്പൂരിലെ 1729 നിർമ്മിച്ച റോയൽ പാലസ്, സെൻട്രൽ പാലസ് എന്നൊക്കെ പറയാം, സിറ്റി പാലസ് എന്ന് പറയും. അവിടെ കയറണമെങ്കിൽ 300 രൂപ മിനിമം കൊടുക്കണം ഒരാൾ. 300 അല്ല 400 രൂപ. അപ്പം അതിൻ്റെ അകത്ത് കയറിയിട്ട് എങ്ങനെ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ഇതാവും. അപ്പം നമ്മൾ ഇച്ചിരി ബഡ്ജറ്റിൽ ഓടുന്നതുകൊണ്ട് അത്രയും പൈസ കൊടുത്ത് അതിൻ്റെ അകത്ത് കയറാനുള്ളൊരു ഇത് തോന്നിയില്ല. മെയിനായിട്ടും ഈ രാജാവിൻ്റെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും അങ്ങനെ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെയാണ് നമ്മളിപ്പോൾ തപ്പിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ജയ്പൂരിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പോയി നിൽക്കുന്ന ഒരു സിഗ്നേച്ചർ പോസ് ഉണ്ട്. ഏതാണെന്ന് അറിയോ? ഹവ മഹലിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന ഹവ മഹലാണ്. അതും നമ്മളെ താമസത്തിന് അടുത്ത് തന്നെയാണ്. നമ്മൾ വന്ന മറ്റേ ഏതാണ് പാലസില്ലേ, അപ്പോൾ നമ്മൾ കയറിയ പാലസ് അതിൻ്റെ തൊട്ടിപ്പുറത്ത്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ഇല്ല, ഒരു 300 മീറ്ററൊക്കെ നടന്നാൽ ഇവിടെ എത്തും ഹവ മഹൽ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ജന്തർ മന്ദിർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹവ മഹൽ കാണിക്കാം, എന്നിട്ട് ജന്തർ മന്ദിറിൽ കയറാം. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6:30 വരെയാണ് ഇതിൻ്റെ ടൈം കേട്ടോ. ഓക്കെ, అయితే టికెట్ എത്രയാ? 52. ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കാട്ടോ. കാര്യം സ്കൂൾ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാലും കോളേജ് ടൂറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് എല്ലാവർക്കും. കാര്യം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ ഹവാ മഹൽ എന്ന് പറഞ്ഞാൽ 1799 നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാലസോ കൊട്ടാരോ ഒന്നും അല്ല കേട്ടോ. അന്നത്തെ റോയൽ കുടുംബത്തിലുള്ള സ്ത്രീകളില്ലേ, സ്ത്രീകൾക്ക് ഇവിടെ വന്നിട്ട് ഈ ജനലിൽ കൂടെ നോക്കിയിട്ട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയുള്ളൊരു സ്ഥലം എന്നേ ഉള്ളൂ. അതാണ് ഹവ മഹൽ, നത്തിങ് എൽസ്. അപ്പോൾ നമ്മൾ അതോടൊക്കെ കയറി കഴിഞ്ഞാൽ മേളിൽ ചെല്ലുമ്പോഴത്തേക്കിനും കുറേ കളറടിച്ച വിൻഡോസ് കാണാം. ആ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ, നമ്മൾ താഴെ നോക്കുമ്പോൾ കാണുന്ന ടൗണില്ലേ ആ സ്ട്രീറ്റ്, അത് കാണാം. അപ്പോൾ പണ്ട് ഈ പരിപാടികളൊക്കെ നടക്കുമ്പം എന്താണ് ഇവിടെ വന്നിട്ട് ഇവർ താഴേക്ക് നോക്കി അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള 953 വിൻഡോസ് ഉണ്ട് ഇതിനകത്ത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ 52 രൂപയാണ് പാസ്. അകത്ത് കയറി നമുക്കൊരു അരമണിക്കൂർ മാക്സിമം അത്രയും സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിറങ്ങാം. അതാണ് ഹവാ മഹൽ. അത് കഴിഞ്ഞു. ഇനിയുള്ളത് ജന്തർ മന്ദിർ. അതുകൂടെ കാണിച്ചിട്ട് നമ്മൾ സ്ഥലം വിടുവാണ്. ഓക്കെ, നമ്മൾ ഹവാ മഹലിൽ നിന്ന് ഇറങ്ങി ജന്തർ മഹലിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ. അടുത്ത് തന്നെ, തൊട്ടടുത്താണ്. അപ്പോൾ വിശന്നിട്ട് അമ്മാമൻ തിന്നാൻ വേണ്ടി ബിബിലിന് അമ്മാമൻ തിന്നണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ. ബിബിൽ ക്യാ അമ്മാമം ഹേ? നൂഡിൽസ് അമ്മാമം. ഒരു രക്ഷയില്ല, ഭയങ്കര വില, 70 രൂപയാണ്. ഫുഡിന് നല്ല പൈസ കൂട്ടും. ഞാൻ അവസാനം ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കഥ പറയാം. അതായത് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊന്നും കരുതണ്ട. ആസ് എ ട്രാവലർ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പച്ചയ്ക്ക് വിളിച്ച് പറയാൻ പോവാണ്. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ലാസ്റ്റ് വരെ കാണാം.
നമ്മൾ ജന്തർ മന്ദറിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. 52 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. എല്ലായിടത്തും 52. എനിക്ക് 52ൻ്റെ കണക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എന്നാ സംഭവം. അപ്പോൾ ഈ ജന്തർ മന്ദർ എന്നാ സംഭവം എന്നറിയാമോ? പണ്ട് കാലത്ത് ഈ ടെലിസ്കോപ്പും പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സമയം നോക്കാനായിട്ട് ക്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെയൊക്കെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടാണ് സമയവും നേരവും കാലവും ഒക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെ മെഷീൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. 1724 ഇവിടുത്തെ രാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമനാണ് ഇത് നിർമ്മിച്ചത്. അദ്ദേഹം ഒരു രാജാവ് മാത്രമായിരുന്നില്ല, ഭയങ്കര ഒരു അസ്ട്രോണോമർ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, സൺ ക്ലോക്കുണ്ട്, സൺ ഡയൽസ് അല്ലേ, സൂര്യൻ്റെ ആ ഒരു വെളിച്ചത്തിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് എത്ര സമയമായെന്ന് അറിയാൻ പറ്റും. അതിനകത്ത് 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഒരു ചെറുത് റൗണ്ടിലും ഉണ്ട്, ഒരു വലുതും ഉണ്ട്. അപ്പോൾ അതിൽ മറ്റേ സ്കെയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ കാണുന്ന വലുതിന് 2 സെക്കൻഡ് ആക്യൂറസി, മറ്റേത് 27 സെക്കൻഡ് ആക്യൂറസി, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കിയപ്പം ഇവിടുത്തെ ടൈമും മറ്റേ ഒരു നമ്മുടെ IST ടൈം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. മേ ബി വേറെ എന്തെങ്കിലും ഫാക്ടർ കാരണമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളുണ്ട്. പിന്നെ കുറേ അധികം മെഷീൻസ് ഉണ്ട് നമ്മുടെ സ്റ്റാറുകളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. ഇന്നൊരു ലൈറ്റ് വെച്ചിട്ടല്ല ഇന്ന ടൈമിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റാർ എവിടെ ആയിരിക്കും അങ്ങനെ ഇങ്ങനെ അറിയാൻ വേണ്ടിയുള്ള ഫുൾ സിസ്റ്റം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഇതിനകത്ത് കയറുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഗൈഡുണ്ട്, ഗൈഡിനെ വിളിക്കുകയാണെങ്കിൽ എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഉള്ളത് പറയണമല്ലോ. എനിക്കിഷ്ടപ്പെട്ടു, സംഭവം കൊള്ളാം. അപ്പോൾ ഇതോടെ നമ്മുടെ രാജസ്ഥാനിലെ ട്രിപ്പ് കഴിയും കേട്ടോ. ജയ്പൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഡൽഹിക്ക് വിടാൻ വേണ്ടി പോവാണ്. അപ്പം രാജസ്ഥാൻ വരുന്നതിന് മുമ്പ് എനിക്ക് കുറേ എക്സ്പെക്റ്റേഷൻസും അത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നേരത്തേക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ മിനിമം ഒരു 150 രൂപ എങ്ങനെ പോലെ ഒരാൾക്കാവും. അതായത് നമ്മൾ നാട്ടിലൊരു 60 രൂപയ്ക്ക് കഴിക്കുന്നത് ഇവിടെ ഒരു 150 രൂപ മിനിമം ആവും. അത് എസ്പെഷ്യലി ജയ്പൂർ ഇച്ചിരി കൂടുതലാണ്, ജോധ്പൂരേക്കാളിലൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ വൃത്തി ഇത്തിരി സീനാണ്. അതായത് പോകുന്ന വഴിയെല്ലാം ഫുള്ള് വൃത്തികേടാണ്. ഇവർ വൃത്തിയാക്കാനൊക്കെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്, മറ്റേ വേസ്റ്റ് ബിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഈ പറഞ്ഞ പോലെ തുപ്പിയൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു കുറച്ച് നെഗറ്റീവ് അടിക്കും ചിലർക്ക്. ഇത്തിരി വൃത്തിയും കൂടെ കൂടിയ ആൾക്കാരാണെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ഒട്ടും വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവരും നല്ല ഒരു 90% നമ്മൾ പരിചയപ്പെട്ടവരൊക്കെ മിക്കിട്ട് കയറ്റം ആ ഒരു മൈൻഡ് സെറ്റോടാണ് സംസാരിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് വരത്തില്ലേ, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് രാജസ്ഥാൻ. കുറേ മൊനുമെൻറ്റ്സ് ഉണ്ട്, ഫോർട്ടുകളുണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് ട്രിപ്പാണെങ്കിൽ ഇഷ്ടപ്പെടും. പക്ഷേ ആസ് എ ട്രാവലർ നമുക്ക് എത്രത്തോളം അത് സെറ്റാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. പക്ഷെ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കൂട്ടി കമ്പൈൻ ചെയ്യുമ്പം ചെറിയ നെഗറ്റീവൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ ഇനി അങ്ങോട്ട് വേറെ കളിയാണ് കളിക്കാൻ പോകുന്നത്. ഞാൻ പയ്യെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.